രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അറിയിക്കാൻ വേണ്ടിയാണ് അവധി ദിവസമായിട്ടും എല്ലാവരെയും വിളിച്ചു നിർത്തിയത്. ഒന്ന്, ഇപ്പോൾ തിരുവല്ലയിൽ അനധികൃത സ്പായുടെ മറവിൽ നടന്ന സംഭവം കേരള മനസാക്ഷി മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് തിരുവല്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സെൻറ്ററുകൾ പെരുകുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നിന്നും തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇന്ന് രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി സംസാരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി ഇന്ന് ഞായറാഴ്ചയായിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട്. സെക്രട്ടറിയുമായിട്ട് ഈ മാധ്യമ സമ്മേളനത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും. ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോലീസ് ചില കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ചെന്നപ്പോഴേക്കും 18 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട്, നിയമപരമായ ആനുകൂല്യം വെച്ചുകൊണ്ട് പോലീസിന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല. കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. നാളെ കൊണ്ട് അതിനൊരു രൂപമുണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ ക്രോസ് മസാജിങ് വ്യാപകമായി നടക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യാൻ പാടില്ല, തിരിച്ചും പാടില്ല. ഇതാണല്ലോ നിയമം. എന്നാൽ വ്യാപകമായി ഈ സ്പാകളുടെ മറവിൽ ഇത്തരത്തിലുള്ള മസാജിങ് നടക്കുകയാണ്. അതുപോലെ തന്നെ മാസിയർ, ഡോക്ടർ, ഇവർ രണ്ടുപേരുടെ സാന്നിധ്യം നിർബന്ധമാണ്. ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അംഗീകൃത മാസിയർ ഉണ്ടാകാറില്ല, ഡോക്ടർമാരും ഉണ്ടാകാറില്ല.